എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് നിർമ്മിതി കേന്ദ്ര, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആ നിർമ്മിതി കേന്ദ്രത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് 3D പ്രിൻറ്റിംഗ് ടെക്നോളജി, നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ വീടുകളൊക്കെ പ്രിൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അത് കേരളത്തിൽ ആദ്യമായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ നിർമ്മിതി കേന്ദ്രയിൽ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പേർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ത്വസ്ത എന്നൊരു കമ്പനിയാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൂപ്പർവൈസർമാരൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 3D പ്രിൻറ്റിംഗ് ടെക്നോളജിയുടെ സഹായത്തോടെ വീടുകൾ പ്രിൻ്റ് ചെയ്യുന്ന രീതി കേരളത്തിൽ ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുകയാണ്. കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രവും ചെന്നൈ ആസ്ഥാനമായ ത്വസ്ത മാനുഫാക്ചറിംഗ് സൊല്യൂഷനുമായി ചേർന്നാണ് തിരുവനന്തപുരത്തുള്ള നിർമ്മിതി കേന്ദ്രത്തിൽ ഇതിൻ്റെ പരീക്ഷണം നടക്കുന്നത്. കോൺക്രീറ്റ് മിശ്രിതം അടുക്കുകളായി ഒന്നിനു മുകളിൽ ഒന്നായി കമ്പ്യൂട്ടർ നിയന്ത്രിത റോബോട്ടിക് സംവിധാനത്തിലാണ് പ്രവർത്തിപ്പിക്കുന്നത്. IIT-Madras നിർദ്ദേശിച്ച പ്രത്യേകം കോൺക്രീറ്റ് മിശ്രിതമാണ് ഇതിനുപയോഗിക്കുന്നത്. ഇപ്പോൾ മേൽക്കൂരയൊഴിച്ച് ബാക്കി ഭാഗങ്ങളെല്ലാം ഇങ്ങനെ പ്രിൻ്റ് ചെയ്തെടുക്കാം. സമയലാഭമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ചെലവ് കുറയ്ക്കുവാനും ഇതിലൂടെ സാധിക്കുന്നു. ഈ രീതി ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള നിർമ്മാണങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൻ ചിലവ് വരുന്ന വില്ലകളുടെ നിർമ്മാണത്തിന് ഈ വിദ്യ ഉപയോഗിക്കുന്നത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തുന്നത്. 1500 സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടം ഈ വിദ്യയിലൂടെ 1.5 മാസം കൊണ്ട് പ്രിൻ്റ് ചെയ്തെടുക്കാമെന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയ 3D ഡിസൈൻ വളരെ കൃത്യതയോടെ റോബോട്ടിക് സഹായത്തോടെ വേഗത്തിൽ ഇതിലൂടെ പ്രിൻ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിർമ്മിതി കേന്ദ്രത്തിൽ ഇതിൻ്റെ ഒരു ഡെമോ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി ഈ രംഗത്തെ നിരവധി പേരാണ് ഇവിടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ആധുനിക സാങ്കേതിക വിദ്യ കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരത്ത് പരീക്ഷണം തുടങ്ങി എന്നത് വളരെയധികം പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. നമസ്കാരം. ഇതാണ് 3D പ്രിൻറ്റിങ്ങിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തി. നമസ്കാരം, പേരെന്താണ്? എൻ്റെ പേര് ആൽഫ്രഡ്. ആൽഫ്രഡ്, ഓക്കെ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം? ഇത് ആക്ച്വലി നമുക്കൊരു പ്ലാൻ കിട്ടുമ്പോൾ അത് 3D മോഡലായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ. കൺവേർട്ട് ചെയ്തിട്ടുള്ള മോഡൽ നമ്മൾ ജി കോഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അത് നമ്മൾ മെഷീനിലേക്ക് ഫീഡ് ചെയ്യും. ഓക്കെ. ഇതാണ് നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള പാത്ത് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് സാധാരണ കെട്ടിടം നിർമ്മിക്കുന്നതിനേക്കാളുള്ള നേട്ടം എന്ന് പറയുന്നത് ഈ എല്ലാം പ്രിന്റിങ്ങിലൂടെ അങ്ങ് നടക്കുമല്ലേ? ഡിസൈൻ ഫ്ലെക്സിബിലിറ്റി ആണ് നമ്മുടെ യൂസിൽ. സെക്കൻഡ് തിങ് നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. കുറവ് ഹ്യൂമൻ റിസോഴ്സസ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. അതെ. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ സാധാരണ വീട് നിർമ്മിക്കുന്നതിനേക്കാളും വളരെ വേഗത്തിൽ ഇത് നടക്കുമല്ലേ? വേഗത്തിൽ നടക്കും. ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണല്ലോ ഈ സംഭവം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇത് പിന്നെ ഫ്യൂച്ചറിൽ ഇതിൻ്റെ ഇപ്പോൾ ആൾക്കാരൊക്കെ ഇത് ഒരുപാട് പേര് ഇത് മനസ്സിലാക്കാനിടെ എത്തിയെന്നറിഞ്ഞു. വേറൊരു ചോദ്യം, ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് നമ്മൾ സാധാരണ കെട്ടിട മറ്റ് നിർമ്മാണ രീതിയും ഇതും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? കോസ്റ്റ് വൈസ് നമ്മൾ കൺവെൻഷനേക്കാളും ഇപ്പോൾ ഒരുപടി മോഡലാണ്. പക്ഷെ എൻ്റെ സിസ്റ്റം ഒരു ഇവോൾവിംഗ് ടെക്നോളജിയാണ്. അത് ഒപ്റ്റിമൈസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് റീസെൻ്റ്ലി തന്നെ അത്. ഓക്കെ. പിന്നെ വേറൊരു സംശയം, ഇത് നമുക്ക് ഏത് ടെറൈനിലും ഏത് ടൈപ്പിലുള്ള ഒരു പ്രതലത്തിലും ഇത് ചെയ്യാൻ പറ്റുമല്ലോ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ പല ഭവന പദ്ധതികളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടല്ലേ? ഓക്കെ. എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് വളരെയധികം നന്ദി. താങ്ക് യു. ഇതൊരു ടെസ്റ്റ് പ്രോജക്റ്റാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് ഓൺ സൈറ്റായിട്ട് അവിടെയും വന്ന് ചെയ്യുന്നുണ്ട്, അല്ലാതെ പ്രീ ഫാബ്രിക്കേറ്റഡായി അവരുടെ ഫാക്ടറിയിലും ചെയ്യുന്നുണ്ട്. ഒരുപാട് പുതിയ ടെക്നോളജികൾ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പ്രിയ സുഹൃത്തുക്കളെ, തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനലിൽ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്. ബൈ.